जय जय राधा माधव जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोधनंदन जय व्रज जननी जय यशोधनंदन जय व्रज जननी जय यमुना तीरावनचारि जय कुंज बिहारी 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 हरे कृष्णा 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 हरे हरे राम 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 हरे हरे कृष्णा कृष्ण कृष्ण हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे जय राधा माधव राधा माधव जय गौरनिताय गौरनिताय जय गौरनिताय जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव जय श्री श्री राधा माधव की जय श्री श्री जगन्नाथ बलदेव सुभद्रा मैया की जगद्गुरु ऐसी भक्ति वेदांत स्वामी श्रील प्रभुपाद की श्रील महाविष्णु गोस्वामी गुरुदेव की दाय गौर हरि हरे कृष्ण എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. അതോടൊപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം
ഭഗവാന്റെ കൃപയാൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം 111 111 ഇന്നലെ പതിതപാവൻ പ്രഭു എടുത്തതിൻ്റെ കുറച്ച് ബാക്കി കാര്യങ്ങളല്ല, കുറച്ച് പോയിന്റ്സ്. ആദ്യ ശ്ലോകം സ്റ്റാൻഡ് ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയം ഉദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി നമോലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാഹരിണം. ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുർ ഉന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ ഹേതോന്വയാത് ഇതരതാഃ ചാർത്തേഷ്വഭിജ്ഞാഃ സ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി. ജന്മാദ്യസ്യ ഹേതോന്വയാദിതരതാഃ ചാർത്തേഷ്വഭിജ്ഞാഃ സ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കേൾക്കാലോ അല്ലേ? കേൾക്കാം പ്രഭു.
ജസ്റ്റ് അതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാം. വിവർത്തനം. അല്ലയോ വസുദേവസുതനായ എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനെ, അല്ലയോ സർവവ്യാപിയായ പരമദിവ്യോത്തമ പുരുഷനെ, ഞാൻ അങ്ങയ്ക്ക് ഭക്തി നിർഭരവും ആദരപൂർവകവുമായ ഉപചാരം അർപ്പിക്കുന്നു. സ്പഷ്ട പ്രപഞ്ചത്തിലെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെയും ആദി കാരണഭൂതനാകയാൽ ഭഗവാൻ കൃഷ്ണനെ ഞാൻ ഏകാഗ്രചിത്തനായി ധ്യാനിക്കുന്നു. എന്തെന്നാൽ ഭഗവാൻ കൃഷ്ണൻ പരിപൂർണ സത്യമാകുന്നു. പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായ എല്ലാറ്റിനെയും കുറിച്ച് ഭഗവാന് ജ്ഞാനമുണ്ടെന്ന് മാത്രമല്ല, ഭഗവാൻ ഉപരിയായി യാതൊന്നും ഇല്ലാത്തതിനാൽ ഭഗവാൻ സർവസ്വതന്ത്രനുമാകുന്നു. യഥാർത്ഥ ജീവാത്മാവായ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ പ്രഥമമായി വേദജ്ഞാനം നിവേശിപ്പിച്ചതും ഭഗവാനാകുന്നു. അഗ്നിയിൽ ജലത്തെയും ജലത്തിൽ കരയെയും മിഥ്യാദർശനം നടത്തി സംഭ്രാന്തരായവരെ പോലെ സമതുലിതരായ ഉത്കൃഷ്ട സന്യാസിമാർ, ദേവന്മാർ എന്നിവ പോലും ഭഗവാന്റെ മായയാൽ വ്യാമോഹിതരായി തീരുന്നു. പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രത്യാഘാതം നിമിത്തം പ്രത്യക്ഷമായ ഈ താൽക്കാലിക ഭൗതിക പ്രപഞ്ചം വാസ്തവമാണെന്ന തോന്നലിന് കാരണവും അങ്ങ് തന്നെ. ഭൗതിക ലോകത്തിലെ മായയിൽ നിന്നും നിത്യവിമുക്തമായ ആത്മീയധാമത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശാശ്വതമായി നിലകൊള്ളുന്നതിനാൽ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ ഏകാഗ്രചിത്തനായി പൂജിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പരമസത്യമാകയാൽ, പരിപൂർണ സത്യമാകയാൽ ഞാൻ ഭഗവാനെ സാദരം പ്രണമിക്കുന്നു. ജയ ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ശ്ലോകത്തിലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡിനെ എടുത്തിട്ടാണ്. അതായത് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ. ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ ആദ്യമായി വേദജ്ഞാനം നിവേശിപ്പിച്ചത്. തേനേ ബ്രഹ്മഹൃദായ ആദികവയെ. അതായത് സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇതിനെ ചർച്ച ചെയ്യാം. സ്പാർക്ക്, SPARK, സ്പാർക്ക്. നമ്മളൊരു പുതിയ, അതായത് ഒരു നവഭക്തനായിട്ട് ടെമ്പിളിൽ ആദ്യമായിട്ട് വരുന്ന സമയം, അല്ലെങ്കിൽ ഒരു ഡിവോട്ടീസിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരിൽ നിന്നൊരു സ്പാർക്ക് ഉണ്ടാവും. ഇവരെ പോലെ കാര്യങ്ങൾ ചെയ്യണം, ഇവർ ചെയ്യുന്നത് മാതിരി ചെയ്യാൻ പറ്റണം, ഇവരെ പോലെ നമുക്ക് പഠിക്കാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്പാർക്ക് നമുക്കുണ്ടാവും. പക്ഷെ ആ സ്പാർക്ക് വന്നിട്ട് കൂടുതൽ ദിവസം പോകൂല. അതൊരു 1-2 മാസം വരെയൊക്കെ ചിലപ്പോൾ ആ ഒരു സ്പാർക്കിൽ നിൽക്കും. അത് കഴിയാൻ നേരത്ത് ആ സ്പാർക്ക് തനിയെ അങ്ങ്, അതായത് ആ ഒരു എന്താണ്, ആ ഒരു തീപ്പൊരി എന്നൊക്കെ പറയില്ല, അതുപോലെ. ഉദാഹരണത്തിന് നമ്മള് വൃന്ദാവനം എന്ന് പറയുന്ന ധാമത്തിലേക്ക് നമ്മൾ യാത്ര പോകും. വൃന്ദാവനം, മായാപൂരിലൂടെയൊക്കെ നമ്മൾ യാത്ര പോകും. നമ്മൾ ട്രെയിനിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ട്രെയിനിൽ കയറി നമ്മൾ വൃന്ദാവനം എത്തി, അല്ലെ മായാപൂരെത്തി. നമ്മളൊരു മംഗളാരതിയോ ഇല്ലെങ്കിൽ ദർശനാരതി, അല്ലെങ്കിൽ ഒരു 24 hours കീർത്തൻ, ഇതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സ്പാർക്ക് നമുക്കുണ്ടാവും. ഇവിടെ തന്നെ താമസിച്ചാൽ മതി, അല്ലെങ്കിൽ എന്താണ്, ഇവിടെ നമുക്ക് പോകാൻ തോന്നുന്നില്ല. ഇതെല്ലാം ഇങ്ങനെയൊക്കെ നമുക്കുണ്ടാവും. ഇതെല്ലാം നമുക്ക് തിരിച്ച് വരുന്ന വഴിക്ക്, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ എപ്പോഴാണോ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ആ സമയത്ത് ഇതെല്ലാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു സ്പാർക്ക് നമുക്കുണ്ടാവും. ഇതുണ്ടായി കുറച്ച് ദിവസം ഇതെല്ലാം നിലനിൽക്കും. അവിടെ നിൽക്കുന്നത് വരെ, അതായത് ആ ദിവ്യധാമത്തിൽ നിൽക്കുന്നത് വരെ ഇതെല്ലാം നിലനിൽക്കും. ട്രെയിന് കയറുന്ന സമയത്ത് ഈ സ്പാർക്ക് എല്ലാം കെട്ടടങ്ങുകയാണ് ചെയ്യുന്നത്. സോ ഇത് അതുമാതിരി ഒരു സ്പാർക്കല്ല. കാരണം ഒരു തീ ചെറുതായിട്ട് കത്തി വരുമ്പോ അതിനെ നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് ഫാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് ഒരു ചെറിയ രീതിയിൽ ഒരു കാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറേശ്ശെ പെട്ടെന്ന് കത്താൻ ആരംഭിക്കും. പക്ഷെ ആ തീ കത്തി വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഓവറായിട്ട് ഫാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ തീ അണഞ്ഞു പോകും. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള സ്പാർക്ക്, ആ ഒരു നമുക്ക് ഭക്തിയിൽ നിന്ന് ചില ഭക്തന്മാരെ കാണാൻ നേരത്ത് നമുക്കുണ്ടാവുന്ന ഒരു സ്പാർക്ക്, ഇതെല്ലാം നമ്മൾ സിൻസിയർ അല്ലാത്തത് കൊണ്ടും നമ്മുടെ ഉള്ളിൽ ഒരുപാട് കലാമിറ്റീസ് ഉള്ളത് കൊണ്ടും കുറച്ച് സമയം,
ഒരു 1-2 ദിവസം മാത്രമേ ആ സ്പാർക്ക് ഉണ്ടാവൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ സ്പാർക്ക് ഉണ്ടാവണമെങ്കിൽ പിന്നെ ആ ഭക്തന്മാർ വരണം. ഇല്ലെങ്കിൽ ആ ഒരു ഡിവോട്ടി അസോസിയേഷനിൽ നമ്മൾ ഇരുന്നാൽ മാത്രമേ ആ ഒരു സംഭവം നമുക്ക് ഉണ്ടാവൂ. സ്പാർക്കിന്റെ ഫുൾ ഫോം പറയാം. എസ് മീൻസ് സിൻസിയർ. എസ് മീൻസ് സിൻസിയർ. പി മീൻസ് പേഷ്യൻസ്. എ മീൻസ് awake. R means realized. K means knowledge. Sincere, patience, awake, realized knowledge. ഇതാണ് സ്പാർക്കിന്റെ ഫുൾ ഫോം. അതായത് റിയലൈസേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും കോപ്പി പേസ്റ്റ് ആവാൻ പാടില്ല. റിയലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ഭാഗവതത്തിൽ ഇരിക്കുന്നു, നമ്മൾ എത്രത്തോളം ഭാഗവതത്തിന് വേണ്ടിയിട്ട് ഒരു സ്ക്രൂട്ടനൈസിങ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടോ, മഹാരാജ് പറയും സിറ്റിംഗ് അലോൺ വിത്ത് ഭാഗവതം. ഏതെങ്കിലും ഒരു റൂമിന്റെ കോർണർ ഉണ്ടെങ്കിൽ ആ റൂമിന്റെ കോർണറിൽ എത്ര സമയം നമ്മൾ ഭാഗവതമായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില സമയത്ത് നമുക്ക് ആ ഒരു സ്പാർക്ക് കിട്ടിയിട്ട് 1 ദിവസമോ 2 ദിവസമോ ഒക്കെ ഇരിക്കും. 3-ാമത്തെ ദിവസമാവാൻ നേരത്ത് നമ്മൾ ആ കോർണറെ നമ്മൾ ചിലപ്പോൾ വെറുത്തു, ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ നാളെ മാറ്റി വയ്ക്കും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്നത്തെ ഒരു ദിവസം നമ്മൾ 16 മാല നമുക്ക് ചാൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മളത് വളരെ സിൻസിയർ ആയിട്ടും വളരെ കോൺഫിഡൻസ് ആയിട്ടും നാളത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാറ്. റൈറ്റ് ഓർ നോട്ട്? മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മളത് മാറ്റി വെച്ചിട്ട് ഇതും കൂടെ ചേർത്ത് നാളെ ജപിക്കാം എന്ന് നമ്മൾ പറയും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സ്ട്രാ റൗണ്ട് നമ്മൾ ചാൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഭക്തിയിൽ വന്ന സ്റ്റേജ്, സ്റ്റേജ് ആൻഡ് ഏജ്, ഏത് ഏജിലാണോ വന്നത് അത്രയും ചാൻഡിങ് നമുക്ക് പെൻഡിങ് ആണ്. പക്ഷെ അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കാറില്ല. വന്നത് മുതലുള്ള ഇത് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. അപ്പോൾ ഇതും നമുക്ക് കിട്ടുന്ന ഒരു സ്പാർക്കാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ രീതിയിൽ ഫാൻ ചെയ്ത് അതിനെ നല്ല രീതിയിൽ അതിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഇത് വന്നിട്ട് വ്യാസദേവന്റെ ഒരു ക്വാളിറ്റിയും കൂടെയാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മൾ ഭക്തിയിൽ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ സിൻസിയർ ആവണം. ശ്രീമദ് ഭാഗവതം 1:6:26 ഫസ്റ്റ് ലൈനിൽ പറഞ്ഞിട്ടുണ്ട്, ദ ലൈഫ് ഓഫ് എ സിൻസിയർ ഡിവോട്ടി ഓഫ് ദ ലോർഡ് is thus explained in a nutshell by Narada Muni by his personal example. Such a devotee, after his initiation by the Lord or his representative, takes very seriously chanting the glories of the Lord and traveling all over the world so that others may also hear the glories of the Lord. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരിൽ നിന്ന് നമ്മൾ ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ഏക കാര്യം ഇതാണ്. നമ്മുടെ ചാൻഡിങ് വന്നിട്ട് നമ്മൾ സീരിയസ് ആക്കിയെടുക്കും. ചാൻഡിങ് എന്ന് പറഞ്ഞാൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഇതും ചാൻഡിങ് ആണ്. ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെ കുറിച്ച് എല്ലാ ദിവസവും റിസൈറ്റ് ചെയ്യണതും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ചാൻഡിങ് തന്നെയാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഭക്തിയിൽ ഒരിക്കലും സെൽഫിഷ് ആവാൻ പാടില്ല. കാരണം നാരദ മഹർഷി സെൽഫിഷ് ആയിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ഭാഗവതം കിട്ടാൻ പോകും. വ്യാസദേവ് വന്നിട്ട് സെൽഫിഷ് ആയിരുന്നെങ്കിൽ നമുക്ക് ഭാഗവതം കിട്ടാൻ പോകും. ഇവൻ പരീക്ഷിത്ത് മഹാരാജ് സെൽഫിഷ് ആയിരുന്നെങ്കിൽ നമുക്ക് ഭാഗവതം കിട്ടാൻ പോകില്ല. പക്ഷേ നമ്മുടെ അവസ്ഥ വന്നിട്ട് നമ്മൾ സെൽഫിഷാണ് പല കാര്യങ്ങളും. ഭക്തിയിൽ വരെ നമ്മൾ ചിലപ്പോൾ സെൽഫിഷ് ആവാറ്. അത് നമ്മൾ മാറ്റി വയ്ക്കണം. സിൻസിയർ ആവണം. സിൻസിയർ എന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭാഗവതം 1:7:7 ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നാരദ മഹർഷി വന്നിട്ട് വ്യാസദേവന് എല്ലാ ഉപദേശങ്ങളും കൊടുത്തിട്ട് പോയതിനു ശേഷം അദ്ദേഹം കൊടുത്ത ഉപദേശങ്ങൾ ഇതാണ്, അച്യുത ഭാവ വർജിതം. ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ഭാവത്തിനെ കുറിച്ച് എത്തിയതേ ഇല്ല. ഇതാണ് നാരദ മഹർഷിയുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. രണ്ടാമത് നാരദ മഹർഷി പറഞ്ഞത് നാരദ മഹർഷിയുടെ പ്രീവിയസ് ബർത്തിലെ കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരദ മഹർഷി എങ്ങനെ നാരദ മഹർഷി ആയി, അതായത് ഭഗവാന്റെ അടുത്ത് എങ്ങനെ പോകാൻ പറ്റി, ഈ കാര്യങ്ങളെല്ലാം നാരദ മഹർഷി വളരെ വ്യക്തമായിട്ട് വ്യാസദേവന് പറഞ്ഞു കൊടുത്തു. ശൗനകൃഷി, അതായത് 1:7:1 ആണ്, 1:7:1 പറയുകയാണ്,
ഹരേ കൃഷ്ണ പ്രഭു. 1:7 പറയാണ്, ഋഷി ശൗനക ആസ്ക്ഡ്, "O Sudha, great and transcendently powerful Vyasadeva heard everything from Sri Narada Muni. So after Narada departure, what did Vyasadeva do?" അത് നാരദ മഹർഷിയിൽ നിന്ന് വ്യാസദേവൻ എല്ലാം കേട്ടതിന് ശേഷം നാരദ മഹർഷി പോയപ്പോ വ്യാസദേവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇത് നമ്മൾക്കും ഓരോരുത്തർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മഹാരാജ് ഇപ്പോൾ ഡിപ്പാർച്ചറായി. നമ്മുടെ മഹാരാജ് ഹിസ് ഹോളിനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ്, അദ്ദേഹം സമാധിയായിട്ട് ഇപ്പോൾ ഒരു 14 വർഷം കഴിയുന്നുണ്ട്. മഹാരാജ് പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു നമ്മൾ എന്ത് ആൻസർ പറയും? നമുക്കൊന്നും ആൻസർ പറയാനില്ല. നമ്മൾ കുറച്ച് നാള് മഹാരാജിന്റെ ആ ഒരു എന്താണ് ആ ഒരു കൃപ ഉള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും ഭക്തിയിൽ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ സിൻസിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഇല്ല. പക്ഷേ ഇവിടെ വ്യാസദേവനെ നോക്കിക്കഴിഞ്ഞാൽ നാരദ മഹർഷി പോയതിനു ശേഷം അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, അദ്ദേഹം സിൻസിയറായി എന്ന് പറഞ്ഞാൽ നാരദ മഹർഷിയിൽ നിന്ന് കാര്യങ്ങളെല്ലാം കേട്ട ഉടനെ അദ്ദേഹം ഭാഗവതം എഴുതാനായിട്ട് തുടങ്ങി. ഭാഗവതത്തില് വ്യാസദേവന്റെ അഡ്രസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? വ്യാസദേവന്റെ അഡ്രസ് അത് ഫസ്റ്റ് കാൻഡോ 4th ചാപ്റ്റർ വായിക്കാൻ നേരത്തെ ഒരു 3-4 ശ്ലോകങ്ങൾ കഴിയാൻ നേരത്തെ വ്യാസദേവന്റെ അഡ്രസ്സ് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഒരിക്കൽ കാലചക്ര പ്രഭു നമ്മുടെ തൃപ്പാദപുരത്ത് വന്ന സമയത്ത് വ്യാസദേവന്റെ അഡ്രസ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ട് പോയതാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇത് വ്യാസദേവ് സൺ ഓഫ് പരാശരമുനി, സാമ്യപ്രാശ ഹൗസ്, ഉത്തരാഖണ്ഡ് PO, ഹിമാലയം, സറൗണ്ടഡ് ബൈ ദ 3 tree, ഉത്തരാഖണ്ഡ് PO, ഹിമാലയം എന്ന് പറഞ്ഞിട്ട് കാലചക്ര പ്രഭു അങ്ങനെ ഒരു ഇത് പറഞ്ഞു തന്നിട്ട് പോയായിരുന്നു. അതായത് അദ്ദേഹം സിൻസിയറായി, അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്ന് കേട്ട എല്ലാ കാര്യങ്ങളിലൂടെ അദ്ദേഹം സിൻസിയറായി. രണ്ടാമത്തെ വേർഡ് വന്നിട്ട് പേഷ്യൻസ്. നമ്മൾ എപ്പോഴാണ് പേഷ്യന്റ് ആവണത്? നമ്മൾ പേഷ്യന്റ് ആവണ എന്തെങ്കിലും അസുഖം വരാൻ നേരത്ത് നമ്മൾ പേഷ്യന്റ് ആവും. അതായത് ഒരു കാര്യം പോലും, അതായത് ഒരു ഗ്ലാസ് വെള്ളം പോലും നമ്മൾക്ക് തനിയെ എടുത്ത് കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ആ പേഷ്യന്റ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴാണ് രോഗിയാവണത് അപ്പോഴാണ് നമ്മൾ പേഷ്യന്റ് ആവണത്. പക്ഷേ ഇവിടുത്തെ പേഷ്യന്റ് എന്ന് പറഞ്ഞാല് എപ്പോഴാണോ റിയലൈസേഷൻ കിട്ടുന്നത് അതുവരെ നമ്മൾ പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, ഫസ്റ്റ് നമ്മൾ സിൻസിയർ ആയിരിക്കണം. രണ്ടാമത് ഭഗവാന്റെ കാരുണ്യത്തിനും വൈഷ്ണവരുടെ കൃപയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റോട് കൂടി വെയിറ്റ് ചെയ്യണം. ഇത് ഭാഗവതം എഴുതുന്നതിന് മുമ്പ് വ്യാസദേവൻ വന്നിട്ട് എല്ലാ പുരാണങ്ങളും എഴുതിയിട്ട് നാരദ മഹർഷിയെ കാണിക്കും. എല്ലാ പുരാണങ്ങളും കാണിക്കുന്ന സമയത്ത് ആ സമയത്തൊന്നും വ്യാസദേവന് എന്ത് തോന്നിയില്ല? ഈ പറയുന്ന പോലെ ഒരു വിഷാദം, ഒരു ഡിസ്പോണ്ടൻസി അങ്ങനെ ഒന്നും തോന്നിയില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു ചെറിയൊരു മിസ്സിങ് അദ്ദേഹത്തിന് തോന്നി. ആ തോന്നിയ സമയത്ത് അദ്ദേഹം പേഷ്യന്റോട് കൂടി അത് വെയിറ്റ് ചെയ്തു. പേഷ്യന്റോട് കൂടി വെയിറ്റ് ചെയ്തത് കൊണ്ടാണ് നാരദ മഹർഷി അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് ഇന്നതാണ് നിന്റെ പ്രശ്നം, ഇന്നതാണ് ഈ പ്രോബ്ലം കൊണ്ടാണ് നമുക്ക് ഇത്രയും വിഷമം ഉണ്ടാവാനായിട്ട് കാരണം ഈ പ്രോബ്ലം കൊണ്ടാണെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഈ 171 ട്രാൻസെൻഡന്റലി പവർഫുൾ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് പറഞ്ഞിട്ടുണ്ട്. ദ ഗ്രേറ്റ് ആൻഡ് ട്രാൻസെൻഡന്റലി പവർഫുൾ വ്യാസദേവ്. ട്രാൻസെൻഡന്റലി പവർഫുൾ എന്ന് പറഞ്ഞാല് എന്തായിരിക്കും അതിന്റെ മീനിങ്? സ്പിരിച്വലി സ്ട്രോങ് ആയിരിക്കും. ട്രാൻസെൻഡന്റലി പവർഫുൾ. അതായത് നമ്മുടെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, നമ്മുടെ ഭക്തിയിൽ യാതൊരു മാറ്റവും സംഭവിക്കാൻ പാടില്ല. നമ്മൾ അത്രയും പവർഫുൾ ആയിരിക്കും. അതായത് ശ്രീമദ് ഭാഗവതം 10:20-15 10, 20, 15 ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഗിരായോ വർഷധാരാഭ്യേ ഹന്യമാന വ്യവധു അഭിഭൂയമാന വ്യസനൈർ യഥാദോക്ഷജ ചേതസ. ഗിരായോ വർഷധാരാഭ്യ. ഗിര മീൻസ് ഇത് പർവ്വതത്തിൽ മഴ പെയ്യുന്ന സമയത്ത്
മഴ പെയ്യും, പർവ്വതത്തില് ഒരുപാട് ഭയങ്കര ഹെവി, ഭയങ്കരമായിട്ട് കാറ്റ് പവർഫുൾ ആയിട്ട് അടിക്കും, ഇടിമിന്നൽ ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാവുമ്പോഴും പർവ്വതം ധന്യമന വ്യപതുക്കും, അത് വന്നിട്ട് മൈൻഡ് ചെയ്യാറേ ഇല്ല. ഒരു കാറ്റടിക്കുമ്പോ ഒരു മരം ഉലയും, പക്ഷേ പർവ്വതം എന്ത് ചെയ്യില്ല, ഉലയത്തില്ല. പർവ്വതം അങ്ങനെ തന്നെ നിൽക്കും. അതാ ഗിരായോ വർഷധാരാത് ഹന്യമാന വ്യപതു, ഹന്യമാന, അതിനെ ഒരിക്കലും മൈൻഡ് ചെയ്യാറില്ല. അഭിഭൂയമാന വ്യസനെ രഥാദോക്ഷജ ചേതസ, അതായത് പർവ്വതത്തില് കാറ്റ് ശക്തിയായിട്ട് അടിക്കുമ്പോ പർവ്വതത്തിലെ പൊടിപടലങ്ങളെല്ലാം പോകും. പർവ്വതത്തില് മഴ പെയ്യാൻ നേരത്ത് പർവ്വതത്തിലുള്ള ഇൻസൈഡ് ആയിട്ടിരിക്കുന്ന, അതായത് ഇപ്പൊ കാറ്റിനെ അടിച്ച് പുറത്ത് കളയാൻ പറ്റാത്തതെല്ലാം വെള്ളം ഒഴിക്കുമ്പോൾ, നമ്മൾ ഇപ്പോൾ ഒരു ഫ്ലോർ ക്ലീൻ ചെയ്യാൻ നേരത്ത് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലീൻ ആവും. അതേപോലെ മഴ പെയ്യുന്ന സമയത്ത് പർവ്വതത്തിലുള്ള എല്ലാ അഴുക്കുകളും ഒലിച്ച് മാറിപ്പോകും. ഇടിമിന്നൽ ഏൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? പർവ്വതം ഷൈൻ ചെയ്യും, അത് കുറച്ചുകൂടെ നല്ല ഗ്ലിറ്ററിങ് ആവും, ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഭക്തി. എന്ത് പ്രശ്നം വന്നാലും വളരെ പേഷ്യൻസോട് കൂടി അതിനെ എന്ത് ചെയ്യണം, അതിനെ ഒരിക്കലും ഫേസ് ചെയ്യാൻ പോകരുത്. മഹാരാജ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ ഫേസ് ചെയ്യാൻ പോവാതെ ആ പ്രശ്നത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഭാഗവതത്തിൽ എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ പ്രഹ്ലാദ് മഹാരാജ്, അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന സമയത്ത് അദ്ദേഹം ഒരിക്കലും ഇതിനെ ഫേസ് ചെയ്യാനായിട്ട് പോയില്ല. അദ്ദേഹം അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭക്തി പ്രാക്ടീസ് ചെയ്തതേ ഉള്ളൂ. ഫേസിങ് എന്ന് പറഞ്ഞാൽ, പ്രഭു ഇപ്പോ നമുക്കൊരു, ഞാനും പ്രഭുവായിട്ട് വഴക്കാവുന്നു. നമ്മൾ വഴക്കായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രഭുവിന്റെ ഒരു പവർ നമ്മളെടുത്ത് കാണിക്കും. എനിക്ക് എന്റെ കപ്പാസിറ്റി അനുസരിച്ചുള്ള പവർ ഞാനും കാണും. അത് ഫേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിന് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. പക്ഷെ അത് ഒരാൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കട്ടാവും. ഇപ്പൊ ഞാനൊരു ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇതാവില്ല, എനിക്കത് എന്റെ ഈഗോ സമ്മതിക്കില്ല ഞാനൊരു ഭ്രാന്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഓക്കെ, ഞാനൊരു ഭ്രാന്തനാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മിണ്ടാൻ പറ്റില്ല. അതിന് എക്സാമ്പിൾ ഭാഗവതത്തിൽ 4th canto ശിവഭഗവാന്റെ ക്വാളിറ്റിയിൽ പറയുന്നുണ്ട്. ദക്ഷൻ വന്നിട്ട് കേഴ്സ് ചെയ്യുമ്പോ നിന്റെ മുഖം വന്നിട്ട് കുരങ്ങനെ പോലെയാണ് ഇരിക്കുന്നത്, എന്റെ മാൻ മിഴിയുള്ള മകളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തന്നത് വളരെ വേസ്റ്റ് ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കേഴ്സ് ചെയ്യുമ്പോൾ അദ്ദേഹം സിംപ്ലി അതിനെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. പക്ഷെ ബാക്കിയുള്ളവരാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ശിവഭഗവാൻ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി. അത് ദക്ഷന്റെയും ശിവന്റെയും ക്വാളിറ്റി വന്നിട്ട് രണ്ടും വ്യത്യാസമാണ്. ശിവഭഗവാൻ ട്രാൻസെൻഡന്റലി പവർഫുൾ ആയതുകൊണ്ട് അദ്ദേഹം വന്നിട്ട് എല്ലാ കാര്യങ്ങളും അതിനെ അക്സെപ്റ്റ് ചെയ്തു. മറ്റേ അദ്ദേഹം വന്നിട്ട് മെറ്റീരിയലി പവർഫുൾ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം ടോളറേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതാ ഫേസ് ചെയ്യാൻ്റെ പ്രശ്നം. രണ്ടാമത് വന്നിട്ട് പരീക്ഷിത് മഹാരാജ്. നമുക്ക് എന്തുകൊണ്ട് ഭാഗവതം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ആൻസറേ ഉള്ളൂ, ഹി സിംപ്ലി അക്സെപ്റ്റ് ഹിസ് മിസ്റ്റേക്ക്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ തെറ്റ്, ഒരു കഴുത്തിൽ പാമ്പിനെ എടുത്തിട്ട് ഒരു കളിയാക്കിയിട്ട് പോണ വലിയ തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം അദ്ദേഹമാണ് രാജാവ്, അദ്ദേഹത്തിന്റെ ഏരിയയിലാണ് ഈ ശമീക ഋഷി, ശൃംഗി ഇവരെല്ലാവരും താമസിക്കുന്നത്. രാജാവ് വന്നു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കേണ്ട അത്യാവശ്യമുണ്ട്. പക്ഷെ അദ്ദേഹം അത് ചെയ്തിട്ട് പോയി തിരിഞ്ഞ് നടന്ന ഉടനെ അദ്ദേഹം റിഗ്രറ്റ് ചെയ്യാൻ തുടങ്ങി, ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് പറഞ്ഞിട്ട് പശ്ചാത്തപിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ശൃംഗി വന്ന് ശപിച്ചിട്ട് പോലും 7 ദിവസത്തിനകത്ത് തക്ഷകൻ കുത്തി മരിക്കും എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം കുലുങ്ങിയില്ല. അദ്ദേഹം വന്നിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഇതാ ഗിരായോ വർഷധാരാഭ്യർ ധന്യമാന വ്യവധി, പർവ്വതത്തിനെ പോലെ ആയിരിക്കണം എന്നും പറഞ്ഞു. അപ്പൊ അടുത്ത എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഭീഷ്മദേവ് വന്നിട്ട് അദ്ദേഹം ഓപ്പോസിറ്റ് ആർമിയിലാണ് നിന്നത്. പക്ഷേ അദ്ദേഹം ഹൈലി ട്രാൻസെൻഡന്റലി പവർഫുൾ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തില് അദ്ദേഹം എപ്പോഴും ഭഗവാനെ പാർത്ഥസാരഥിയായിട്ട് അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കണമെങ്കിൽ കൂടി. അതുപോലെ നമുക്കും ഭക്തി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ആവശ്യമാണ്. എന്ന് നമുക്ക് ആ പേഷ്യൻസ് വരും, അല്ലെങ്കിൽ പേഷ്യൻസ് വന്നിട്ട് മാത്രമേ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റൂ എന്ന് പറയാൻ പറ്റും. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. മഹാരാജ് പറയും പോലെ ഫ്ലോ ഓഫ് ഡിവോഷൻ, നമ്മളെ ഡിവോഷൻ നദി പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. ആ ഒഴുകുന്ന സമയത്ത് എപ്പോഴാണോ നദി നല്ല രീതിയിൽ വൃത്തിയായിട്ട് കടലിലോട്ട് ചെല്ലാൻ പോണത്, ആ പോകുന്ന സമയത്ത് നമ്മൾ എന്താവും, നമ്മുടെ ഭക്തി വന്നിട്ട് പൂർണ്ണമാവും എന്ന് പറഞ്ഞിട്ട് മഹാരാജ് പറഞ്ഞു. രണ്ടാമത് SPA, മൂന്നാമത്തെ വേർഡ് വന്നിട്ട് അവേക്ക്. അവേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജ്ജസ്വലരായിരിക്കും. നമ്മള്
ഒരു ട്രെയിനിൽ യാത്ര പോകണമെന്ന് വെച്ചു. നമുക്ക് തിലകൊണ്ട് നല്ല നമ്മൾ ചാൻഡിങ് ബാഗുണ്ട് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഊർജ്ജസ്വലനല്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒരാള് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്തിനാണ് ഈ തിലകിട്ടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊർജ്ജസ്വലതയോട് കൂടി നമ്മൾ കാര്യം പറഞ്ഞില്ല എങ്കിൽ അവർ നെഗറ്റീവായിട്ടേ ചിന്തിക്കും. അതായത് ഭക്തിയിൽ വന്ന് ഇങ്ങനെ ആയിപ്പോയാ ചോദിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭഗവാന്റെ കാര്യം പറയുന്നതിനോ ഇല്ലെങ്കിൽ ഭാഗവതം പറയുന്നതിനോ ഇല്ലെങ്കിൽ ഒരാൾ ഭഗവാനെ കുറിച്ച് ചോദിക്കുമ്പോഴോ നമ്മൾ നമ്മുടെ എല്ലാ കലാമിറ്റീസും മാറ്റി വെച്ചിട്ട് നമ്മൾ ഊർജ്ജസ്വലതയോട് കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറാണ്. അതായത് ശ്രീമദ് ഭാഗവതത്തില് 3:24-13 ഏതാവത്യവ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം. ആ ശ്ലോകത്തില് നാരദ മഹർഷിയിൽ നിന്ന് വ്യാസദേവൻ എല്ലാം കേട്ടതിന് ശേഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ശ്ലോകത്തിന്റെ ലാസ്റ്റ് യെസ് സാർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. സൺ ought to render service to their father exactly to this extent. One should obey the command of his father or spiritual master with due deference, saying yes sir. Yes means you are enthusiastic servant. അതായത് നാരദ മഹർഷി വന്ന് പറഞ്ഞ് കൊടുത്തതിന് പോയതിനു ശേഷം ഒരു 10-20 വർഷം കഴിഞ്ഞതിന് ശേഷമല്ല ഭാഗവതം അദ്ദേഹം കമ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അദ്ദേഹം കമ്പയർ ചെയ്യാൻ തുടങ്ങിയത് ആ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് അദ്ദേഹം യെസ് സാർ, ഞാൻ അങ്ങയുടെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഊർജ്ജസ്വലനായ ഒരു ഡിസൈപ്പിൾ ആണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. ഇതാ എവേ. അടുത്ത വന്നിട്ട് റിയലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്കും റിയലൈസേഷൻ വരും. എങ്ങനെയെന്ന് പറഞ്ഞാല് മഹാരാജ് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഭാഗവതത്തിന്റെ ഒരു വേർഡെങ്കിലും നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്ത് പഠിക്കാൻ ആരംഭിച്ചാൽ നമുക്ക് റിയലൈസേഷൻ വരും. അത് പഠിക്കാതെയാണ് നമ്മൾ ഇരിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും കോപ്പി പേസ്റ്റ് ചെയ്യാനേ പറ്റും. നമുക്ക് ആവശ്യം റിയലൈസേഷൻ. മഹാരാജ് വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ എന്താണോ ചിന്തിക്കുന്നത് അതേപോലെ നമുക്കും മറ്റൊരാൾ ചിന്തിച്ച് മറ്റൊരാളുടെ അടുത്ത് പ്രവർത്തിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ദയായ സർവഭൂതേഷു സന്തുഷ്ടിയായ കേനചിത് എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം. ദയായ സർവഭൂതേഷു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ദയായ സർവഭൂതേഷു എത്ര പേരെടുത്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 പേരെടുത്തോ 15 പേരെടുത്തോ മാക്സിമം. ദയായ സർവഭൂതേഷു എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ കാണൂല. അതുകൊണ്ട് നമുക്ക് റിയലൈസേഷൻ കുറവായിരുന്നു. പക്ഷെ ആ ഒരു റിയലൈസേഷൻ വരണമെങ്കിൽ നമ്മൾ എല്ലാവരുടെ ദയ കാണിക്കുക തന്നെ വേണം. ദയായ സർവഭൂതേഷു സന്തുഷ്ടിയായേനക്കേനച്ച്. എല്ലാവരുടെ നമ്മൾ ദയ കാണിക്കുമ്പോൾ ഭഗവാൻ സന്തോഷിക്കുന്നതോടൊപ്പം നമ്മുടെ ഹൃദയം ഓട്ടോമാറ്റിക്കലി എന്താവും? നമ്മുടെ ഹൃദയം ഓട്ടോമാറ്റിക്കലി നമുക്ക് സന്തോഷം പോകുന്നു. ഒരാളിനെ അത് മഹാരാജ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ എക്സ്പെക്ടേഷൻ ഇസ് ദ ബെസ്റ്റ് എക്സ്പെക്ടേഷൻ. ജയ ശ്രീ ശ്രീ ജഗന്നാഥ് ബലദേവ് സുബ്രഹ്മണ്യ കി. നോ കൗണ്ടറാക്ഷൻ ഇസ് ദ ബെസ്റ്റ് കൗണ്ടറാക്ഷൻ എന്ന് പറയുന്ന പോലെ നോ എക്സ്പെക്ടേഷൻ. ഒന്നും പ്രതീക്ഷിക്കരുത് ആരും. ഒന്നും ഇന്ന ആൾ എനിക്ക് ഇന്നത് ചെയ്തു തരും, ഇന്ന ആൾ എന്നെ സഹായിക്കും, ഞാൻ വീണ് പോയി കഴിഞ്ഞാൽ ഇവരെല്ലാവരും എൻ്റെ അടുത്ത് വരും, ഒറ്റ കാര്യം പോലും ചിന്തിക്കാനേ പാടില്ല. അതായത് നോ എക്സ്പെക്ടേഷൻ. ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടി ഇരുന്നാൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഓരോ കാര്യത്തിനും നമ്മൾ അറ്റാച്ച്ഡ് ആയി ഓരോ കാര്യങ്ങളും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ നേരത്ത് നമ്മുടെ ഭക്തിയും വന്നിട്ട് നമ്മൾ എന്തായി പോകും? കൊളാപ്സ് ആയി. ഇതില് സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് പറഞ്ഞിട്ടുണ്ട്. സത്യം മീൻസ് ട്രൂത്ത്, സത്യമായിട്ടുള്ള കാര്യം, നിരപേക്ഷ സത്യം. പരം മീൻസ് അബ്സല്യൂട്ട്. അതായത് ഒന്നിനെയും ആശ്രയിക്കാതെയാണ് ഭഗവാൻ വന്നത്. ഒന്നിനെയും, ഈ കണ്ട ഭൗതിക പ്രകൃതിയെയോ നമ്മുടെ ഭക്തിയെയോ ഇല്ലെങ്കിൽ നമ്മൾ ഭഗവാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടോ ആ ഒരു രീതിയിലൊന്നും അല്ല ഭഗവാൻ നിൽക്കുന്നത്. അദ്ദേഹം വന്നിട്ട് ഒന്നിനെയും ആശ്രയിക്കാതെ ഈസ് വെരി ഇൻഡിപെൻഡന്റ്. അതായത് വളരെ സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അതാ ഭഗവാന് വേറൊരു പേരും കൂടെ ഉണ്ട്. ഈ ശ്ലോകത്തിൽ തന്നെ പർപ്പോട്ടില് വേറൊരു പേര് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് അസമൗർധ. പർപ്പോട്ടിൽ അസമൗർധ എന്ന് പറഞ്ഞാല് ഭഗവാൻ ഈക്വൽ ആയിട്ടോ ഭഗവാൻ മേളിലായിട്ടോ ആരുമില്ല. ഭഗവാന്റെ വേറൊരു പേരാണ് അസമൗർധ. നമുക്ക് കൃഷ്ണ, ഗോവിന്ദ, നാരായണ, കേശവ, മധുസൂദന ഒക്കെ അറിയോ. പക്ഷെ ശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഇങ്ങനെയും ചില പേരുകളുണ്ടെന്നുള്ളത്.
നമ്മൾ ഗജേന്ദ്ര പ്രയർ നോക്കിക്കഴിഞ്ഞാൽ ഗജേന്ദ്ര പ്രയറില് 1000 വർഷം വരെ ഇവർ രണ്ടുപേരും നിന്ന് ഫൈറ്റ് ചെയ്തു. ആനയും ഈ മുതലയും നിന്ന് ഫൈറ്റ് ചെയ്തു. ഈ ഫൈറ്റ് ചെയ്ത സമയത്ത് ഗജേന്ദ്രൻ ഡയറക്റ്റ് ആയിട്ട് കൃഷ്ണനെ വിളിച്ചിട്ടേ ഇല്ല. ലാസ്റ്റ് ഭഗവാൻ വരുമ്പോഴാണ് അദ്ദേഹം നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഈ 1000 വർഷം വരെ ദേവി ദേവന്മാര് എല്ലാ ഡെമി ഗോഡ്സും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ 1000 വർഷം വരെയുള്ള ഫൈറ്റിൽ. അതില് ആ പ്രയറിൽ നോക്കിക്കഴിഞ്ഞാൽ 121 പ്രാവശ്യം ഗജേന്ദ്രൻ വന്നിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഭഗവാനെ ഇത് ചെയ്യുന്നത്, പ്രൈസ് ചെയ്യുന്നത്, ഗ്ലോറിഫൈ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട്. അതായത് നമോ നമസ്തേ അഖിലകാരനായ നിഷ്കാരനായ അത്ഭുതകാരനായ സർവാഗമാംനായ മഹാർണവായ നമോ അപവർഗായ പരായണായ എന്നൊക്കെ പറഞ്ഞിട്ട് അവിദ്യ ദൃസാക്ഷി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. ഈ ഗ്ലോറിഫിക്കേഷൻ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ദേവി ദേവന്മാരും വന്നിട്ട് എന്തായിപ്പോ കൺഫ്യൂസ്ഡ് ആയിപ്പോ, ഇത് ആരെയാണ് വിളിക്കുന്നത്? ഇപ്പൊ എന്റെ പേര് ആനന്ദ് സാർ എന്ന് എന്നെ വിളിച്ചാൽ മാത്രമല്ല എനിക്ക് വിളി കേൾക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഡെമിഗോഡ്സിന്റെ അവസ്ഥ. അവർക്കൊരു പേര് കൊടുത്തിട്ടുണ്ട്, അവർക്കൊരു പദവി കൊടുത്തിട്ടുണ്ട്. അല്ല, അവർക്ക് ഒന്നിൽ കൂടുതൽ പേരുകളൊന്നും കൊടുത്തിട്ടില്ല. ഒരേ 1-2 പേരുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൽ അവരുടെ പദവി അനുസരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഭഗവാന് വന്നിട്ട് ഒരുപാട് പേരുകൾ, ഒരുപാട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുകൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവരെല്ലാരും കൺഫ്യൂസ്ഡ് ആയി. അതാ പറയുന്നത്, ഭഗവാൻ വന്നിട്ട് ആരെയും ആശ്രയിച്ചിട്ടല്ല, നമ്മള് ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ വന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെയും അമ്മയെയും ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. അല്ലെ, നമ്മൾ ഡിപ്പെൻഡഡ് ആണ്. പ്രഭു വന്നിട്ട് പ്രഭുവിന്റെ വീട്ടില് അച്ഛൻ, അമ്മ, വൈഫ്, മക്കള് ഇവരെല്ലാരെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. നമ്മൾ ഇതിൽ അറ്റാച്ച്ഡ് അല്ല, എനിക്കിതിന്റെ ആവശ്യമില്ല, നമ്മൾ ഡിപ്പെൻഡഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഒരു കൈവേദന എടുത്തിരിക്കുമ്പോഴോ നമുക്ക് എന്താണ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റൂല. ആ അവസ്ഥയിൽ നമ്മൾ ആശുപത്രി കൊണ്ടുപോകാൻ ആള് വേണം. പല പല കാര്യങ്ങൾക്കും ചെയ്യുന്നതിന് നമുക്ക് ആള് കൂടിയേ തീരുള്ളൂ. പക്ഷെ കൃഷ്ണൻ വന്നിട്ട് എന്തല്ല, ആരെയും ആശ്രയിച്ചല്ല നിൽക്കുക. അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയും. ഇതിൽ ഈ ശ്ലോകത്തിൽ ലാസ്റ്റ് റിയലൈസ്ഡ് നോളജ് എന്ന് പറഞ്ഞാല് നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും അദ്ദേഹം റീകളക്ട് ചെയ്തു. ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജന് പറഞ്ഞു കൊടുത്ത എല്ലാ ഭാഗങ്ങളും അദ്ദേഹം റീകളക്ട് ചെയ്തു. മൈത്രേയനും വിതുരരും തമ്മിലുള്ള സംഭാഷണങ്ങൾ അദ്ദേഹം റീകളക്ട് ചെയ്തു. അങ്ങനെയുള്ള എല്ലാവരും പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും റീകളക്ട് ചെയ്താണ് നാരദ മഹർഷിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടിയതിനു ശേഷം വ്യാസദേവൻ ഭാഗവതം കമ്പയർ ചെയ്യാൻ. ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജന് ഭാഗവതം പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ശ്രീമദ് ഭാഗവതം വ്യാസദേവൻ കമ്പയർ ചെയ്യുന്നത്. അതില്ല എങ്കിൽ നമ്മൾ ഭാഗവതം നോക്കിക്കഴിഞ്ഞാൽ വ്യാസ ഉവാച മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ സൂത ഉവാചമുണ്ട്, ശുക ഉവാചമുണ്ട്, നാരദ ഉവാചമുണ്ട്, പ്രഹ്ലാദ ഉവാചമുണ്ട്. എല്ലാവരിൽ നിന്ന് ഇതെല്ലാം ഇദ്ദേഹം റീകളക്ട് ചെയ്ത് എടുത്തതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു തന്നു നമുക്ക് ഭാഗവതം മുമ്പിൽ. ഇതാണ് സ്പാർക്ക്. സ്പാർക്കിന്റെ വേർഡ് ഒന്നും കൂടെ പറയാം. സിൻസിയർ, പേഷ്യൻസ്, അവേക്ക്, റിയലൈസ്ഡ് നോളജ്. ഈ ഒരു സ്പാർക്ക് ഫസ്റ്റ് കിട്ടിയത് ബ്രഹ്മദേവനാണ്. അതാണ് തേനെ ബ്രഹ്മ ഹൃദായ ആദികവയെ. അദ്ദേഹം എത്രയോ ലക്ഷം വർഷങ്ങളോളം അദ്ദേഹം താമരത്തണ്ടിന്റെ അങ്ങറ്റം ഇങ്ങറ്റം പോയിക്കൊണ്ടിരുന്നിട്ടും അദ്ദേഹത്തിന് ഒരു ഇത് കിട്ടാതിരുന്നപ്പോ അദ്ദേഹം നേരെ അദ്ദേഹത്തിന് 2 ശബ്ദം കേൾക്കുന്നുണ്ടായി. എന്താണ്? തപാ തപാ എന്നുള്ള 2 ശബ്ദം കേൾക്കുന്നുണ്ടായി. ഇത് കേട്ട ഉടനെ അദ്ദേഹം വീണ്ടും താമരയിൽ കയറിയിരുന്ന് അദ്ദേഹം തപസ് ചെയ്യുകയാണ് ചെയ്തത്. അതാ തേനെ ബ്രഹ്മഹൃദായ ആദികവയെ. ഇത് തപസ് ചെയ്ത് എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ വന്നിട്ട് 4 ശ്ലോകങ്ങൾ, അതായത് ചതുർശ്ലോകി ഭാഗവതം എന്ന് പറയുന്ന 2933 to 36 വരെയുള്ള ശ്ലോകങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും, അതായത് ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്ത 4 ശ്ലോകങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് പഠിക്കുന്ന 18,000 ശ്ലോകം. കാരണം ബ്രഹ്മദേവന് ആ 4 ശ്ലോകങ്ങളിൽ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി. നമുക്ക് ഈ 4 ശ്ലോകം പറഞ്ഞു തന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നേ നമുക്കറിയാൻ പറ്റും. യോ വിശിഷ്യേതം എന്ന് പറഞ്ഞിട്ട് ഹൃദയർത്ഥം യത് പ്രതീയത ന പ്രതീയത ചാത്മനി എന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകങ്ങളെല്ലാം ഇതിൽ വരൂലേ. ആ ശ്ലോകങ്ങളില് അല്ലയോ ബ്രഹ്മദേവ, നീ ഉണ്ടായിരുന്ന കാലത്തും ഞാനുണ്ട്, നീ ഇല്ലാതിരിക്കുമ്പോഴും ഞാൻ തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് യോ അവശിഷ്യേത, ഞാൻ തന്നെയാണ് ഇവിടെ അവശേഷിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു തന്നാൽ നമുക്കത് മനസ്സിലാവില്ല.
പക്ഷേ ബ്രഹ്മദേവനെ പോലെയുള്ള ഹൈലി ട്രാൻസെൻഡന്റലി പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് അതിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റി. അതുകൊണ്ട് ബ്രഹ്മദേവന് അദ്ദേഹം വന്നിട്ട് ഹൃദയത്തിൽ ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചു. ജയ് ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി, ശ്രീല പ്രഭുപാദ് കി, ശ്രീല ഗുരുദേവ് കി. ഈ ക്വസ്റ്റ്യൻസ് ആൻഡ് കമന്റ്സ്. ഈ സ്പാർക്കിനെ കുറിച്ച് ഭാഗവതത്തിൽ എത്ര പേർക്ക് സ്പാർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങൾ വരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പോകുന്നതായിരിക്കും. ഈ ശ്ലോകം തീരാൻ ചിലപ്പോൾ കുറച്ച് ദിവസം എടുക്കും. ഹരേ കൃഷ്ണ. നമ്മൾ ഈ ഭാഗവതം നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ശ്ലോകങ്ങൾ, ഒന്ന് ധർമ്മ പ്രോചിത കൈതവോ അത്ര പരമോ, പിന്നെ രണ്ടാമത് ആദ്യത്തെ ശ്ലോകം ജന്മാദിയസിയത്. ഇത് വളരെ ഒരു ടഫായിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമ്മൾ അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് ഇറങ്ങി അതിന്റെ ഓരോ വേർഡും നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. പ്രഭുജി, ഒരു സംശയം. സ്പാർക്കിംഗ് എന്ന് പ്രഭു പറയുന്നു, ബ്രഹ്മാവിന് സ്പാർക്കിംഗ്, ആദ്യത്തെ ആള് ബ്രഹ്മാവ് സ്പാർക്കിംഗ്. ഇപ്പൊ നമുക്ക് സാധാരണ ആൾക്കാർക്ക് എല്ലാത്തിലും സ്പാർക്കിംഗ് വരില്ല, അല്ലെങ്കിൽ ഒന്നിലും വരില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ബ്രഹ്മാവ് ക്വാളിഫൈഡ് ആയത് കൊണ്ടല്ലേ ഈ ചതുശ്ലോകം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഭാഗവത്തെ 11,000 ശ്ലോകം ആയിട്ട് വിപുലീകരിക്കാൻ പറ്റിയത്. സാധാരണ ഈ സ്പാർക്കിംഗ് എന്ന് ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം, ബ്രഹ്മാവിന് സ്പാർക്കിംഗ് ഉണ്ടായത് അദ്ദേഹം ഈശ്വരനാൽ നിയോഗിക്കപ്പെട്ട ആളും ക്വാളിഫൈഡും ആയതുകൊണ്ടല്ലേ സ്പാർക്കിംഗ് ഉണ്ടായത്. സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകണമെന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരിദേ. സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും മാതാജി. ഇപ്പൊ നമ്മൾ സാധാരണ ആൾക്കാരാണ്. ഇപ്പൊ നമ്മൾ ഒരു ചെറിയൊരു സ്പാർക്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം മഹാരാജ് നമുക്ക് ദീക്ഷ തന്നു, മഹാരാജ് നമ്മളടുത്ത് ഭാഗവതം പഠിക്കാൻ പറഞ്ഞു, മഹാരാജ് നമ്മളടുത്ത് മംഗളാരതി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു, മഹാരാജ് നമ്മളടുത്ത് ചാൻഡിങ് ചെയ്യാൻ പറഞ്ഞു. ഇതെല്ലാം നമുക്ക് മഹാരാജിൽ നിന്ന് കിട്ടിയ സ്പാർക്കാണ്. നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ അതിനെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ്. നമുക്ക് ഈ കിട്ടിയ ഇപ്പൊ മഹാരാജിനെ പോലെയുള്ള ഒരു മഹാവൈഷ്ണവന്റെ ദീക്ഷ കിട്ടിയത് നമ്മൾ അതൊരു വലിയ സ്പാർക്കായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡിവോഷണൽ സർവീസിന് കുറച്ചും കൂടെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ ഫാൻ ഇട്ടങ്ങ് അണച്ചു വന്നു. ചെറിയ രീതിയിൽ അതിനെ സ്ഫുലിച്ച്, അതായത് ആ ഒരു സ്ഫുലിംഗം വരാൻ നേരത്ത് ചെറിയ രീതിയിൽ ഫാൻ ചെയ്ത് കൊടുത്ത് അതിനെ എന്ത് ചെയ്ത് അതിനെ സ്പ്രൗട്ട് ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് ആ സ്പാർക്ക് അങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഡിവോഷണൽ സർവീസ് എല്ലാ ദിവസവും ഒരുപോലെ അല്ല. ഒരു ദിവസം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യും, അടുത്ത ദിവസം ആവാൻ നേരത്ത് വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അടുത്ത പിറ്റേ ദിവസം ആവാൻ നേരത്ത് നമ്മൾ വീണ്ടും അത് ചെയ്യും. അങ്ങനെയാണ്. പക്ഷെ സ്പാർക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോ ബ്രഹ്മദേവനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഉറങ്ങണത് തന്നെ മനുഷ്യഗണിത പ്രകാരം 1000 യുഗങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു റെസ്റ്റ് എടുക്കാൻ. നമ്മള് ഒരു മംഗളാരതി കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കും, നമ്മൾ ചാൻഡിങ് 16 റൗണ്ട് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കും, നമ്മള് പ്രസാദം കഴിച്ചാൽ റെസ്റ്റ് എടുക്കും, നമ്മളൊന്ന് തൂത്ത് തുടച്ചാൽ റെസ്റ്റ് എടുക്കും, എല്ലാത്തിനും റെസ്റ്റ്. പക്ഷെ ബ്രഹ്മദേവൻ നോക്ക്, എത്രയോ യുഗങ്ങൾ കഴിഞ്ഞിട്ടാണ് ബ്രഹ്മദേവൻ റെസ്റ്റ് എടുക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ പോയി നമ്മൾ ചെയ്യാൻ പറ്റൂല എങ്കിലും കുറച്ച് സമയമെങ്കിലും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഗ്രാഫ് നോക്കിയാൽ മതി, ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ഡിവോഷണൽ സർവീസിൽ 24 മണിക്കൂറിൽ എത്ര അവേഴ്സ് നമ്മൾ ഭക്തിയിലാണെന്ന് മാത്രം നോക്കിയാൽ മതി. അത് നോക്കിയിട്ട് അതിനെ കൂട്ടി കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഇന്നലെ പതിതവാൻ പ്രഭു പറഞ്ഞതുപോലെ ശ്രീല പ്രഭുപാദ് ഉറങ്ങുന്നത് 1.5 മണിക്കൂറാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന് വേണമെങ്കിൽ 6 മണിക്കൂർ കിടന്നുറങ്ങാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാതെ അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ഭക്തി ചെയ്തിട്ട് പോവാം. പക്ഷെ അദ്ദേഹം ചെയ്ത കാര്യം എന്താണ്? ദയായ സർവഭൂതേഷു. അദ്ദേഹം അനുഭവിച്ച അതേ രുചി ബാക്കിയുള്ളവരെല്ലാവരും അനുഭവിക്കണമെന്ന ആ ഒരു സ്പഷ്ടമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് 64 മാല ജപിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് 16 മാല തന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കൃപാലുവാണെന്ന് നോക്ക് ശ്രീല പ്രഭുപാദ്. അതുപോലെ നമുക്കും ചെയ്യാൻ പറ്റും നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച്. അത് ഭാഗവതത്തില് ഫസ്റ്റ് ക്യാൻഡോല് 1:3:44 തോന്നുന്നത്, ലാസ്റ്റ് യഥാതീതം യഥാമതിഹി എന്ന് പറഞ്ഞിട്ട് സൂതഗോസ്വാമി പറയുന്ന ഒരു വേർഡ്. ഞാൻ എൻ്റെ കഴിവിനനുസരിച്ചും എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും
ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജിന് പറഞ്ഞു കൊടുത്ത അതേ ഭാഗവതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജിന് പറഞ്ഞു കൊടുത്തത് 7 ദിവസമാണ്. എന്നാൽ സൂത ഗോസ്വാമി ശൗനക ഋഷി ആ ഒരു ടീംസിന് പറഞ്ഞു കൊടുത്തത് 1000 വർഷം. 7 ദിവസം കൊണ്ട് കേട്ടത് 1000 വർഷം അദ്ദേഹത്തിന് പറയാം. സോ നമുക്കും ചെയ്യാൻ പറ്റും, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച്. ഇത് അക്കോർഡിംഗ് ടു അവർ കപ്പാസിറ്റി, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു കൊതുകിന് വന്നിട്ട് ഒരു 2 നില വരെ പറക്കാൻ പറ്റും. പ്രാവിന് വന്നിട്ട് ഒരു 200 അടി 300 അടി പറക്കാൻ പറ്റും. ഒരു ഗരുഡന് വന്നിട്ട് 3000 4000 അടി ഒരു ഫ്ലൈറ്റ് പോണ അതേ രീതിയിൽ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പറ്റും, അവരുടെ കപ്പാസിറ്റി അനുസരിച്ച്. ഹരേ കൃഷ്ണ പ്രഭു, മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി പ്രഭു. നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് സ്പാർക്കിംഗ് ചെറുതായിട്ടെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ ഗുരുവിനെയും ഭഗവാനെയും ഒരുപാട് ആശ്രയിക്കണം, അല്ലാതെ കിട്ടൂല അല്ലേ പ്രഭു? ഹരേ കൃഷ്ണ. ഹരിതോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ ചെറിയൊരു സംശയം ചോദിക്കട്ടെ. വ്യാസദേവൻ ഭഗവാന്റെ തന്നെ അവതാരമാണല്ലോ. അപ്പൊ പിന്നെ എന്തിനാ നാരദ മഹർഷിയിൽ നിന്ന് സ്പാർക്കിന്റെ ആവശ്യം? ചൈതന്യ മഹാപ്രഭു പോലുള്ള ഒരു അവതാരം തന്നെയായിരുന്നില്ലേ? ഒന്നും കൂടെ ഉറക്കെ പറയാമോ? വ്യാസദേവൻ ഭഗവാന്റെ തന്നെ ഒരു അവതാരമാണല്ലോ. അപ്പൊ പിന്നെ നാരദ മഹർഷിയിൽ നിന്ന് സ്പാർക്കിന്റെ ആവശ്യം എന്തായിരുന്നു? ചൈതന്യ മഹാപ്രഭു തന്നെ ഒരു അവതാരമായിരുന്നില്ലേ വ്യാസദേവൻ? അതെ, അങ്ങനെ ഒരു ചോദ്യം മഹാരാജ് ഉണ്ടായിരുന്ന സമയത്തെ മഹാരാജിന്റെ അടുത്ത് ഇതേപോലെ ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. മഹാരാജ് പറഞ്ഞെന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലീല. ലീല മാതാജിയുണ്ട്, ലീലയിൽ തന്നെ വന്നു. അതായത് വ്യാസദേവൻ ഭഗവാന്റെ അവതാരമായിരുന്നിട്ടും ഭഗവാനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യാതിരുന്ന കഴിഞ്ഞാലുള്ള വിഷമാവസ്ഥ എന്താണെന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തന്നതാണ് വ്യാസദേവനിലൂടെ. ഇപ്പൊ നമ്മൾ ചൈതന്യ മഹാപ്രഭു രാധാറാണിയുടെ വിരഹം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചൈതന്യ മഹാപ്രഭു, അതായത് ഫീലിംഗ് ഓഫ് സെപ്പറേഷൻ, ഒരു സെപ്പറേഷന്റെ ഫീലിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കി തരാനാണ് അദ്ദേഹം അത് ചെയ്തത്. ഇവർക്കൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാഗവതം പഠിച്ചില്ലെങ്കിൽ വിഷമിക്കണം, ചാൻഡിങ് നമ്മൾ പ്രോപ്പറാ ചെയ്തില്ലെങ്കിൽ വിഷമിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. നമ്മൾ ഒരു ദിവസം ചാൻഡ് ചെയ്തില്ലെങ്കിൽ ഹാപ്പിയാണ്. പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട് ചാൻഡ് ആൻഡ് ബി ഹാപ്പി. നമ്മളാണെങ്കിൽ കാണ്ട് ആൻഡ് ബി ഹാപ്പിയാണ്. എച്ച് മാറ്റിയിട്ട് കാണ്ട്, CANT, കാണ്ട് ആൻഡ് ബി ഹാപ്പി. പക്ഷെ അതല്ല, വ്യാസദേവൻ വന്നിട്ട് ഭഗവാന്റെ അവതാരം ആയിരുന്നിട്ടും ഭഗവാനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, ഈ സ്പാർക്കിലെ എ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അവേക് മാതാജി, ഉണരുക, ഊർജ്ജസ്വലരായിരിക്കുക എന്നർത്ഥം. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഇന്നത്തെ സത്സംഗത്തിൽ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് ഇനി താങ്ക് യു പ്രഭുജി, വളരെ സന്തോഷം, വളരെ നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ ലീഡ് ചെയ്യട്ടെ പ്രഭു?